എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായി വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ പല ഭവനങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ കാണുന്നത്. കുടുംബ ബന്ധങ്ങൾ തകർന്ന് ഈ ശ്മശാന മൂകത, ശ്മശാനം നിങ്ങൾക്കറിയാലോ, അവിടെ സൈലൻസ് പോലെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല, പരസ്പരം ആശയവിനിമയമില്ല, രണ്ട് മുറികളിൽ കിടക്കുന്നു, യാതൊരു രീതിയിലുള്ള സ്നേഹമോ അടുപ്പോ ഒന്നുമില്ലാതെ എല്ലാവരും ഓരോ ഡിജിറ്റൽ ജയിലുകളിലായി അവനവന്റെ ലോകത്ത് യാതൊരു പരിചയവും ഇല്ലാത്ത സൈബർ ലോകത്തിലെ ആരോ ഒക്കെയായിട്ട് സംസാരിച്ച് അതിന്റെ ചതിക്കുഴിയിൽ വീണ് പല രീതിയിലുള്ള അപകടങ്ങളിലൊക്കെ വീണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രണ്ട് കുതിരകളാണ് ഉള്ളത്. ഏത് കുതിരയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ആ കുതിരയാണ് വളരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, അസൂയ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, മത്സരം, തോറ്റു കൊടുക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളാണെങ്കിൽ അത് നമ്മൾക്ക് ഒരിക്കലും മനസ്സമാധാനം പറ്റില്ല. നമ്മൾ എപ്പോഴും അസ്വസ്ഥതയായിരിക്കും നമ്മുടെ ജീവിതം. പിന്നെ നമ്മൾ ചെയ്തൊക്കെ തെറ്റിപ്പോകും. അതിനു പകരം നമ്മുടെ മനസ്സിൽ ക്ഷമിക്കുക, മറക്കുക, വിട്ടുകൊടുക്കുക, തോറ്റു കൊടുക്കുക, മാറിക്കൊടുക്കുക, നന്ദിയുള്ള ഒരു ഹൃദയം, താഴ്മ, വിനയം, എളിമ, ആർദ്രത, കരുണ, കമ്പാഷൻ, കൈൻഡ്നസ്, ഇതൊക്കെ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്നും സമാധാനമായിരിക്കും. കാരണം നന്ദിയുള്ള ഒരു ഹൃദയത്തിൽ, നന്ദിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അസ്വസ്ഥത വരില്ല. നന്ദിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് എപ്പോഴും അബണ്ടൻസ് ആയിരിക്കും.